ഏങ്ങണ്ടിയൂരിലൂടെ കടന്നു പോകുന്ന NH-66 ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DD ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടായ ഏങ്ങണ്ടിയൂരിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉള്ള റോഡ് പണി NH-66 ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടാലോ. ഏങ്ങണ്ടിയൂരിൻ്റെ ഒരറ്റമായ ഏഴാങ്കൽ മുതൽ ചേറ്റുവ വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനിടയിൽ 4 ഫ്ലൈ ഓവറാണുള്ളത്, പിന്നെ ഒരു മെയിൻ പാലം, ചേറ്റുവ പാലം. ഈ 4 പാലങ്ങളുടെയും പണി ഏതാണ്ട് 85% കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഈ പാലത്തിൻ്റെ ഹൈറ്റ് ആക്കാനുള്ള മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന പണിയാണ് ഏഴാങ്കല്ലിലും ചന്തപ്പടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മണ്ണ് മല അതിനു വേണ്ടിയുള്ള കേട്ടോ. ആദ്യത്തെ ഫ്ലൈ ഓവർ വരുന്നത് ഏഴാങ്കല്ലിലാണ്. അവിടെ പാലത്തിനായി കണക്ട് ചെയ്യുന്നതിനുള്ള പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ഫ്ലൈ ഓവറിലേക്ക് കണക്ട് ചെയ്യാനുള്ള പണി ഇവിടെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ 2 സ്ഥലത്തുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ചരലാണെങ്കിൽ ഒരു സ്ഥലത്ത് പുഴമണലാണ് ഉപയോഗിക്കുന്നത്. രണ്ടും തമ്മിലുള്ള ബലത്തിൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ കേട്ടറിയാം താമസിക്കാതെ, അല്ലേ? സത്യം പറയാം, ഇപ്പം തന്നെ സർവീസ് റോഡിൻ്റെ ഒരവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും. സർവീസ് റോഡ് എന്നല്ല, മൊത്തം റോഡും. ചന്തപ്പടിയിൽ 2ാമത്തെ ഫ്ലൈ ഓവറും വരും. ഇത് പോൾ ചിറ്റിലപ്പള്ളി സ്മരണാർത്ഥം പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ സ്കൂളിലേക്കും സെൻറ് തോമസ് സ്കൂളിലേക്കും സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഏങ്ങണ്ടിയൂർ സെൻറ് തോമസ് ചർച്ചിലേക്കും ഏങ്ങണ്ടിയൂർ മാർക്കറ്റിലേക്കുമുള്ള പ്രദേശവാസികളുടെ യാത്രയെ സുഗമമാക്കുന്നു. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. മണലൊക്കെ ഇഷ്ടം പോലെ കൂട്ടിട്ടിരിക്കുന്നുണ്ട്, അത്ര തന്നെ. പല സ്ഥലത്തും ഡിവൈഡറിൻ്റെ പണി വരെ കഴിഞ്ഞിട്ടില്ല. ഇതിന് എന്ന് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് ചെയ്യായിരിക്കും അല്ലേ? 3ാമത്തെ ഫ്ലൈ ഓവർ വരുന്നത് അഞ്ചാങ്കല്ലിലാണ്. ഇത് ഏങ്ങണ്ടിയൂർ ഫിഷിംഗ് ഹാർബറിലേക്കുള്ള ഗതാഗതത്തെ സുഗമമാക്കുന്നു. എന്തെങ്കിലും അവിടെ പണി കഴിഞ്ഞ റോട്ടിലേക്ക് വണ്ടി കയറിയിട്ടോ, അത് കണ്ടൊരു സുഖമുണ്ട് വണ്ടിയിലിരിക്കാൻ. ഇവിടെ മുതൽ ചേറ്റുവ പാലം വരെ നമുക്ക് ഈ റോഡ് തന്നെയാണ് കേട്ടോ, ഇങ്ങനത്തെ റോഡ് തന്നെയാണ് കിട്ടുക. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ചേറ്റുവ പാലത്തിൻ്റെ താഴേക്ക് പോയാലോ. നമ്മളെ വണ്ടി അങ്ങനെ ചേറ്റുവ പാലത്തിൻ്റെ താഴേക്ക് പോണ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ സാധാ ഒരു റോഡ്, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതങ്ങോട്ട് നോക്കി, ആ കാണാണ് ചേറ്റുവ പാലം. വെറും തൂണ് മാത്രമായിട്ടുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. അല്ലല്ല, ഈ ഭാഗത്തിൻ്റെ മെയിൻ സ്ട്രക്ചർ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ മേലെ കോൺക്രീറ്റ് സ്ലാബുകൾ വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ. ആ കാണുന്നത് കേട്ടോ പഴയ പാലം.